അവിടെ നോക്കിക്കോളൂ കേട്ടോ. 2x - 1 നമ്മുടെ പോളിനോമിയൽ. പി ഓഫ് എക്സ് 2x - 1 അതിൽ പി ഓഫ് 1 ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ പറയാ 2 × 1 - 1. അപ്പൊ എക്സിന്റെ വാല്യൂ ഈ പറഞ്ഞ പി ഓഫിലുള്ള വാല്യൂ കൊടുക്കുക. 1 × 2 2, 2 - 1 1. അപ്പൊ പി ഓഫ് 1 1 കിട്ടി. അടുത്ത ഞാൻ ചെയ്യുന്നത് പി ഓഫ് 2 ചെയ്യാണ്. കൂടെ പറഞ്ഞു നോക്കുക, ഒപ്പം ചെയ്യും കേട്ടോ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 1 അതിൽ പി ഓഫ് 2 ചെയ്യാൻ പറഞ്ഞു. അടുത്ത് പി ഓഫ് 2 കൊടുക്കുക. 2 × എക്സിന്റെ വാല്യൂ 2 - 1. ആ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പി ഓഫിലുള്ള 2 ആണ്. 2 2 4 - 1, 4 1 കുറച്ചാൽ 3. അപ്പൊ പി ഓഫ് 2ന്റെ വാല്യൂ 3 ആണ്. അടുത്ത് ഞാൻ പി ഓഫ് 3 ചെയ്യുന്നത് കാണിച്ചു തരാം. പി ഓഫ് 3 ചെയ്യുന്നത് കാണിച്ചു തരാം. പി ഓഫ് 3 ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ പി ഓഫ് എക്സ് ഏതാന്ന് എഴുതുന്നുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 1 അതില് പി ഓഫ് 3 ചെയ്യുന്നത്. 2 × 3 - 1, 2 3 6, 6 1 കുറച്ചാൽ 5. അപ്പൊ പി ഓഫ് 3 5 കിട്ടി. അടുത്തത് നമുക്ക് കാണേണ്ടത് പി ഓഫ് -1 ആണ്. പി ഓഫ് -1 ആണ്. വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ട്. ആർക്കെങ്കിലും കാണാൻ ബുദ്ധിമുട്ടൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. സ്ക്രീനിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. തന്നെ നമുക്ക് നോക്കാം. ഇനി പി ഓഫ് -1 കാണാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ പി ഓഫ് എക്സ് എടുത്തു. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x - 1 അതിൽ പി ഓഫ് -1 ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. പി ഓഫ് -1 സമം 2 × -1 ഇനി നിങ്ങൾ കൊടുക്കേണ്ടത്. 2 × -1 പറഞ്ഞാൽ -2 പിന്നെ -1. അപ്പോ -2 -1 എന്താവും? ഒരേ ചിഹ്നങ്ങൾ വന്നാൽ ആ ചിഹ്നം ഇട്ട് കൂട്ടി എഴുതുക. -3 വരിക. അടുത്തത് പി ഓഫ് -2 ചെയ്യാൻ പോവാണ്. പി ഓഫ് -2. പി ഓഫ് -2 ചെയ്യുന്നതിന് മുന്നേ പി ഓഫ് എക്സ് ആരാണോ അത് എടുത്ത് എഴുതി വെച്ചു. 2x - 1 അതിൽ പി ഓഫ് -2 കാണണമെങ്കിൽ 2 × -2 -1, 2 2 4, -4 -1 ഒരേ ചിഹ്നം വന്നാൽ ആ ചിഹ്നം ഇട്ട് കൂട്ടി എഴുതുക. -5 എന്ന് കിട്ടി. വീണ്ടും പി ഓഫ് എക്സ് 2x - 1 തന്നെ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന 2x - 1 തന്നെ. അതിൽ നമുക്ക് പി ഓഫ് -3 ചെയ്യാം. പി ഓഫ് -3 സമം 2 × -3 -1, 2 × -3 -6, -6 -1 എന്ന് വരും. അപ്പൊ ഒരേ ചിഹ്നം വന്ന ആ ചിഹ്നം ഇട്ട് കൂട്ടി എഴുതല്ലേ. -7. അപ്പോ ബഹുപദ ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോളം വരയ്ക്കുക. ഒരു കോളം വരച്ചിട്ട് ഒന്നാമത്തെ കോളം എക്സ് എന്നും രണ്ടാമത്തെ കോളം വൈ ആണ്. വൈനെയാണ് നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. വൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ കിട്ടിയ വാല്യൂസ് നമ്മളിപ്പോ ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂസ് ഇവിടെ വെക്കും. അതായത് 0 കൊടുക്കുമ്പോ -1, 1 കൊടുക്കുമ്പോ 1, 2 കൊടുക്കുമ്പോ 3, 3 കൊടുക്കുമ്പോ 5, -1 കൊടുത്തപ്പോ -3, -2 കൊടുത്തപ്പോ -5, -3 കൊടുത്തപ്പോ -7. ഇനി അങ്ങനെയല്ല, സെന്ററിൽ 0 വെച്ചിട്ട് ഇപ്പുറത്ത് -1 -2 -3, അപ്പുറത്ത് +1 +2 +3 ഇതും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ എക്സും വൈയും ആക്സിസ് വരയ്ക്കുക. ആദ്യം എക്സും വൈയും അക്ഷങ്ങൾ വരയ്ക്കാം. ഇതാ എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കാം. എക്സ് എന്ന് പറയുന്നത് ഈ ആക്സിസ് ആണ്. എക്സ് ഒ എക്സ് ഡാഷ്, വൈ ഒ വൈ ഡാഷ്. എക്സ് ആക്സിസും വൈ ആക്സിസും കണ്ടല്ലോ. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു വെക്കാം. എന്നിട്ട് അതില് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് നമ്മൾ എടുക്കുക. എക്സിന്റെ പോസിറ്റീവ് 1 2 3, അതുപോലെ തന്നെ എക്സിന്റെ -1 -2 -3. വൈയില് പിന്നെ നമുക്ക് 5 7 ഒക്കെ ഉണ്ട്. പോസിറ്റീവ് നമ്പർ 5 വരെ 1 2 3 4 5. നെഗറ്റീവ് വൈ ഭാഗത്തേക്ക് -7 വരെ വരുന്നുണ്ട്. -1 -2 -3 -4 -5 -6 -7 വരെ വരച്ചു. നോക്കുക, എല്ലാ ഭാഗത്തേക്കും ഒരേ അളവാകാൻ ശ്രമിക്കുക. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് വല്ലാതെ വലുത് വരയ്ക്കേണ്ടി വരാം കേട്ടോ. എക്സ് 0 വന്നപ്പോ y -1. നോക്കൂ, എക്സിന്റെ 0 എല്ലാവരുടെയും 0. അപ്പൊ y -1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും കേട്ടോ. എക്സ് 0 വന്നപ്പോ y -1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. മാർക്ക് ചെയ്യുന്ന ഞാൻ വേറൊരു ഇങ്ക് ഉപയോഗിക്കാം. എക്സിന് 0 വൈക്ക് -1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇനി എക്സിന് 1 വൈക്ക് 1, എക്സിന് 1 വൈക്ക് 1 ഏകദേശം ഇവിടെ വരും.
ഗ്രാഫ് പേപ്പർ തരാനും സാധ്യതയുണ്ട് കേട്ടോ എക്സാമിന്. എക്സിന് 2 വൈക്ക് 3, എക്സിന് 2 വൈക്ക് 3 ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ എക്സിന് 3 വൈക്ക് 5 ഇവിടെ വരും, ഇവിടെ വരും. ഇനി എക്സിന് -1 വൈക്ക് -3, എക്സിന് -1 പറഞ്ഞാൽ ഇതാണ്, വൈക്ക് -3 ഇവിടെ വരും. അടുത്ത് എക്സിന് -2 വൈക്ക് 5, എക്സിന് -2 വൈക്ക് -5 ഇവിടെ വരും. എക്സിന് -3 വൈക്ക് -7 ഇതാ ഇവിടെ വരും. ഇതെല്ലാം കൂടി ചേർത്താണ് വരയ്ക്കുക കേട്ടോ. സ്കെയിലോ പെൻസിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കും. ഇത് വരയ്ക്കാൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂലേ? ചെയ്യാൻ കഴിയൂലേ? ഓക്കെ. അപ്പൊ ഈ പോളിനോമിയൽ പിക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം കൂടിയുണ്ട് കേട്ടോ. പി ഓഫ് എക്സും പി ഓഫ് -x വരുന്ന 2 സാധനങ്ങൾ, അതൊന്നും മാത്രം ഓർക്കുക. ജസ്റ്റ് ഞാൻ ഇവിടെ പറയാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വരുമ്പോ എങ്ങനെ കള്ളി തയ്യാറാക്കണം? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആർക്കെങ്കിലും അറിയോ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വരുമ്പോ എങ്ങനെയാണ് കള്ളി തയ്യാറാക്കേണ്ടത് ഒന്ന് പറഞ്ഞേ. ഒരു കോളം എക്സ്, ഒരു കോളം പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ആരെയാണെന്ന് അറിയോ? പി ഓഫ് എക്സ് എന്ന് പറയുന്ന ആരെയാണ്? വൈ ആണ്. ദാനിഷേ ഒപ്പം എഴുതണില്ലേ? ആരാണ് ഈ വാവാസ് വൈബ്? റിഷാനാണോ? അല്ലല്ലേ, നമ്മള് ജസീമാണല്ലേ. നോക്കാം. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വന്നാൽ ഈ കോളം എങ്ങനെ തയ്യാറാക്കും? എക്സിന് 0 കൊടുത്താൽ പി ഓഫ് എക്സ് 0, 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ 2, 3 കൊടുത്താൽ 3, 3 കൊടുത്താൽ 3, 4 കൊടുത്താൽ 4, 5 കൊടുത്താൽ 5, -1 കൊടുത്താൽ -1. അപ്പോ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു കോളം വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. വേറെ ഒന്നും കൂടി മാറിപ്പോവാൻ സാധ്യത ഉള്ളത് ഉണ്ട്, അതും കൂടി ഒന്ന് പറയാം. പി ഓഫ് എക്സ് ഈക്വൽ ടു -x ഇങ്ങനെ വരികയാണെങ്കിൽ എക്സും പി ഓഫ് എക്സിന്റെയും കള്ളി നിങ്ങൾ എങ്ങനെ തയ്യാറാക്കും? എക്സ് പി ഓഫ് എക്സ്, ഇതിന്റെ കോൾ എങ്ങനെ തയ്യാറാക്കും? 1 വരികയാണെങ്കിൽ -1, ഓപ്പോസിറ്റ് ചിഹ്നം. പി ഓഫ് എക്സ് ഈക്വൽ ടു -x എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം അല്ലേ -x. 2 വരുമ്പോ 2, 0 വരുമ്പോ ഓപ്പോസിറ്റ് ചിഹ്നം ഏതാ? 0ത്തിന് ചിഹ്നമില്ല, 0 തന്നെ ഇടുക. -1 വരുമ്പോ 1, -2 വരുമ്പോ 2, -3 വരുമ്പോ 3. അപ്പോ അതും കൂടി ഓർത്തു വെച്ചാൽ ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇനി നാളെ എക്സാമിന് വരും ചെയ്യും ചെയ്യണം കേട്ടോ. പോളിനോമിയൽ പിക്ചേഴ്സ്, ബഹുപദ ചിത്രങ്ങളിൽ നമ്മളോട് ചിത്രം വരയ്ക്കാൻ പറയും. ക്ലാസ് കഴിഞ്ഞ ഉടനെ മനോഹരമായിട്ട് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങളെ നോട്ടിൽ ഉണ്ടാവും വേണം. എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ടാവണം ക്ലാസ് കഴിഞ്ഞ ഉടനെ കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇതിന്റെ ഒപ്പം കൂടി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിങ്ങിനൊന്നും വല്ലാതെ സമയം കിട്ടൂല. അപ്പോഴാണ് നമ്മളെ ക്ലാസ് എഫക്റ്റീവായി നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയുള്ളൂ കേട്ടോ. അടുത്തത് ബഹുപദ ചിത്രങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ ചാപ്റ്ററിൽ അടുത്തത് നോക്കാനുള്ള ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ തയ്യാറാക്കാൻ വരും. ഗ്രാഫ് തന്നിട്ട് നമ്മളോട് പറയും ബഹുപദം എഴുതാൻ പറയും. അതിൽ 1-ാം കൃതിന്റെ ഒന്ന് കിട്ടുമോ നോക്കട്ടെ. 2-ാം കൃതിയാണ് എക്സാമിന് ചോദിക്കുക. 4 മാർക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞാപ്പിന്റെ പുസ്തകമൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടോ. ഈ ഒരു പിക്ചർ, അതായത് 216-ലെ 2-ാമത്തെ ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ 1, അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോണ കേട്ടോ. അതിൽ ഏത് കൂടിയൊക്കെയാണ് പോണത് നോക്കാം. ഇങ്ങനെയാണ് ആ പിക്ചർ പോയിട്ടുള്ളത് കേട്ടോ. -1ഉം 1ഉം മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ ഒരു പോയിന്റ് കാണാം. പിന്നെ 1-0 മുട്ടിയിട്ടുണ്ട് ഒരു പോയിന്റ് കേട്ടോ. 1-0, അതായത് എക്സ് ആക്സിസിൽ 1, വൈന്റെ വാല്യൂ 0, എക്സിന് -1, വൈക്ക് -1, ഇങ്ങനെ ഒരു പോയിന്റ് ആണ് നമുക്ക് അവിടെ കാണുന്നത്. അങ്ങനെ തന്നെ അങ്ങനെ ഒരു പോയിന്റ് ആണ് കാണുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ശരിക്കും നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കറക്റ്റ് നമ്പേഴ്സ് ഇട്ടിട്ടുള്ളതൊക്കെ നോക്കുക.
അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കൂ, എക്സ് മൈനസ് ഒന്ന് ആയപ്പോ വൈയും മൈനസ് ഒന്ന്. എക്സ് മൈനസ് ഒന്ന് എന്ന് പറഞ്ഞപ്പോ വൈ മൈനസ് ഒന്നാണ്. ഈ വൈ ആണ് പി ഓഫ് എക്സ് ആയി മാറുക കേട്ടോ. വൈ ആണ് പി ഓഫ് എക്സ് ആയി. ഞാൻ അവിടെ എഴുതിയ കാണൂലേ? അവിടെ എഴുതിയിട്ട് കാണുന്നില്ല, ഇവിടെ തന്നെ എഴുതാം. ഇവിടെ നോക്കൂ, എക്സ് ആക്സിസ് ആണ് ഈ കാണുന്നത്. ഞാൻ ആൻസർ റെഡിൽ എഴുതുന്നു. എക്സ് മൈനസ് ഒന്ന് എന്ന് കൊടുത്തപ്പോ വൈ എത്രയാണ്? വൈ ആക്സിസിൽ മൈനസ് ഒന്നല്ലേ വന്നത്? ഈ വൈ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ആണെന്ന് മനസ്സിലാക്കാം. പി ഓഫ് എക്സും മൈനസ് ഒന്ന്. ഇനി ഇവിടെ എക്സ് ആക്സിസിലാണ് ഈ ഒന്ന് കിടക്കുന്നത്. അപ്പൊ എക്സ് ഒന്നായപ്പോ വൈ അവിടെ എത്ര? പൂജ്യമാണ്. പി ഓഫ് എക്സ് പൂജ്യമാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് 2 പോയിന്റിലാണ് നിങ്ങൾ തട്ടിയതെങ്കിൽ ഒന്നാം കൃതി ബഹുപദമാണ് ഉണ്ടാക്കാനുണ്ടാവുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഒന്നാമത് ഇത് നോക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0. ഇതാ ഇവിടെ പി ഓഫ് എക്സ് എങ്ങനെ എഴുതാൻ? എ എക്സ് എ പ്ലസ് ബി ഈക്വൽ ടു പി ഓഫ് എക്സ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി സുഖമായിരിക്കും. എ ഇൻറ്റു എക്സിന്റെ വില എത്ര? ഇവിടെ 1 പ്ലസ് ബി ഈക്വൽ ടു പി ഓഫ് എക്സിന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുക. എ ഇൻറ്റു 1 എ പ്ലസ് ബി ഈക്വൽ ടു 0. ഈ ഒരു പോയിന്റ് ഉപയോഗിച്ച് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എ പ്ലസ് ബി വീണ്ടും അതേപോലെ എടുക്കുക. അല്ലെങ്കിൽ എ എക്സ് എ പ്ലസ് ബി ഈക്വൽ ടു എ എക്സ് എ പ്ലസ് ബി ഈക്വൽ ടു എ എക്സ് എ പ്ലസ് ബി ഈക്വൽ ടു പി ഓഫ് എക്സ്. ഇങ്ങനെ എടുത്തിട്ട് എ ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്ര? -1 പ്ലസ് ബി ഈക്വൽ ടു പി ഓഫ് എക്സിന്റെ വാല്യൂ -1. എ ഇൻറ്റു -1 മൈനസ് എ പ്ലസ് ബി സമം -1. ഇങ്ങനെ 2 ഇക്വേഷൻ റെഡിയാവും. 2 ഇക്വേഷൻ റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കോളൂ. ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കോളൂ. മൈനസ് എ പ്ലസ് ബി സമം -1 എന്നാണ് ഒന്ന്. ഒരു ഇക്വേഷൻ. മൈനസ് എ പ്ലസ് ബി സമം -1 എന്നാണ് ഒരു ഇക്വേഷൻ. അത് ഞാൻ എടുത്ത് എഴുതി വെച്ചു. അടുത്തത് എ പ്ലസ് ബി സമം 0. എ പ്ലസ് ബി സമം 0. ഇത് രണ്ടും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻസ് രണ്ടും കൂടി കൂട്ടാൻ പോവാം. മൈനസ് എയും പ്ലസ് എയും കൂട്ടിയ 0 ആയി. അത് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് എയും പ്ലസ് എയും കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി. ഒരു ബി കൂട്ടിയാൽ 2 ബി. -1 0 കൂട്ടിയാൽ -1. ഗുണിക്കണം 2 അപ്പുറം പോകുമ്പോ -1 ഹരിക്കണം 2. അപ്പൊ ബിന്റെ വാല്യൂ -1/2. ഞാൻ ഒന്ന് വേഗത്തിൽ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതെന്താ അറിയോ, നമ്മളെ 3ാമത്തെ റിവിഷൻ ആണ് തോന്നുന്നുണ്ട്. ക്ലാസ്സിൽ നമ്മൾ 2 റിവിഷൻ കഴിഞ്ഞ് 3ാമത്തെ റിവിഷൻ ആണിത്. അതുകൊണ്ട് കുറച്ച് വേഗത്തിൽ പറയാം കേട്ടോ. ബിന്റെ വാല്യൂ -1/2 ആണ്. ഇനി നമുക്ക് എന്റെ വാല്യൂ എങ്ങനെ കിട്ടും നോക്കാം. എ പ്ലസ് ബി സമം എത്ര? ഈ ഒരു ഇക്വേഷൻ നോക്കി. എ പ്ലസ് ബി സമം 0 അല്ലേ? ബിന്റെ വാല്യൂ -1.5 എന്നാണ്. എ പ്ലസ് ബിന്റെ വാല്യൂ -1.5 സമം 0. -1/2 അപ്പുറം പോകുമ്പോ എന്താവും? +1/2 -1/2 അപ്പുറം പോകുമ്പോ എന്തായി? +1/2. ഇത്ര തന്നെ പരിപാടി. ഇപ്പൊ എന്റെ വാല്യൂ +1/2, ബിന്റെ വാല്യൂ -1/2. ഇനി നമുക്ക് ആൻസർ എഴുതണം. ആൻസർ എന്താ? ക്വസ്റ്റ്യൻ എന്താ? നിങ്ങളുടെ ഒന്നാം കൃതി പോളിനോമിയൽ എഴുതാൻ പറഞ്ഞു. എ എക്സ് എ പ്ലസ് ബി ആണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എന്റെ വാല്യൂ, എന്റെ ഒന്നാം കൃതി ബഹുപദം എഴുതാൻ പറഞ്ഞാൽ എ എക്സ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഒന്നാം കൃതി ബഹുപദം എഴുതാൻ പറഞ്ഞാൽ എ എക്സ് എ പ്ലസ് ബി. എ എത്ര ഇവിടെ? 1/2 എക്സ് പ്ലസ് ബി എത്ര? -1/2. ഇതാണ് ആൻസർ. അതിന് ഒന്നും കൂടി ഒന്ന് ഓർഡർ എഴുതണമെങ്കിൽ 1/2 എക്സ്, ഈ പ്ലസ് ഇടണ്ട, -1/2 എന്ന് എഴുതിയാൽ മതി. പ്ലസിന് പിന്നെ അവിടെ വാല്യൂ ഇല്ല. ഇതാണ് നിങ്ങളുടെ ആ പോളിനോമിയൽ. പി ഓഫ് എക്സ് ഈക്വൽ ടു 1/2 എക്സ് മൈനസ് 1/2. എന്ത് തോന്നി? പ്രയാസം തോന്നിയോ? എന്ത് തോന്നി കുട്ടികളെ? ഇത് എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ നാളത്തെ ലൈവിന്റെ ലിങ്ക് ഒക്കെ എടുക്കുക. ഇന്നത്തെ ലൈവിന്റെ ലിങ്ക് ഒക്കെ എടുത്തിട്ട് എഴുതി വെക്കുക അവിടെ, ഈ പറഞ്ഞത് ചോദിച്ചില്ല എന്നുള്ളത്. എല്ലാരും ഇല്ലേ? ഉറങ്ങുകയാണോ? ഒന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് തന്നാണ് എല്ലാവരും ആരൊക്കെ ലൈവിലുള്ളത് നോക്കാൻ. പെട്ടെന്ന് വേണം. എന്റെ ക്യാമറ വെച്ച് ശരിയായിട്ടില്ല. എന്റെ മുഖം നിങ്ങൾക്ക് ശരിക്കും പോലെ കാണാൻ. എവിടെ കുട്ടികളങ്ങള്? ഒക്കെ ഫോൺ ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും വീഡിയോസ് കാണാൻ പോയോ?
ഇല്ല ഇല്ല, ഇവിടെ ഉണ്ട്. ഐഡിന് ഓക്കെ ആയോ ഫസ്റ്റ് ഡിഗ്രി? കുട്ടൻ സാർ സൂപ്പറാണ്, താങ്ക് യു. ആക്കിയതാണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഇനി രണ്ടാം കൃതിന്റെ ആണ് കേട്ടോ ഞാൻ തരുന്നത്. ജസി മീൻസ് BCH. എന്താ BCH കൊണ്ട് ഉദ്ദേശിച്ചേക്ക് മനസ്സിലായില്ല. ആരും മറന്നിട്ടില്ല, ഫാത്തിമ ദിൽഫ. അങ്ങനെ എങ്ങനെ മറക്കും? ജസീം ഈസ് ബാക്ക്. ഓ, BCH എന്നൊന്നല്ല, എന്നാലും എഴുതണ്ടേ. അപ്പൊ ഞാന് സെക്കൻഡ് ഡിഗ്രി ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ നോക്കൂ. ഈ ബഹുപദ ചിത്രം ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ആകെ 3 ക്വസ്റ്റ്യനാ പറഞ്ഞുതരുന്നത്, വെറും 3 ക്വസ്റ്റ്യൻ. ആ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് ഞാൻ പറയാണ്. 2 എണ്ണെങ്കിലും ഉണ്ടായാൽ കാണാം. 2 എണ്ണം എന്തായാലും ഉണ്ടാവും കേട്ടോ, ഉണ്ടായാൽ കാണാന്നല്ല, 2 എണ്ണം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞാൻ അടുത്തത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാക്കാൻ പോവാണ്. പേജ് നമ്പർ 221 കേട്ടോ. രണ്ടാം കൃതി ബഹുപദം. ഇത് നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ നാളെ ഈ ഭാഗം ഉൾപ്പെടുത്തൂല കേട്ടോ, നമുക്ക് വേറെ തന്നെ ബാക്കി ഭാഗങ്ങളൊന്നും വേഗം വേഗം നോക്കി പോവേണ്ടി വരും. ഇതിന്റെ കൂടെ വരയ്ക്കട്ടോ. ഗേൾസിന്റെ ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ ഇവിടെ, ഗേൾസ് ഒരു അഡ്രസ്സും ഇല്ല. എങ്ങനെയുണ്ട് എന്റെ ഗ്രാഫ്? അടിപൊളിയല്ലേ? എന്റെ ഗ്രാഫ് എങ്ങനെയുണ്ട്? 3 1 ഇങ്ങനെയാണ് ഈ ഗ്രാഫ് പോകട്ടോ. അടിപൊളിയല്ല? ഇനി നിങ്ങൾക്ക് ആദ്യം ഈ വാല്യൂസ് ഒന്ന് എടുക്കാൻ നിങ്ങൾക്ക് അറിയണം. ഇത് എക്സ് ആക്സിസ് അല്ലേ, ഇത് എക്സ് ആക്സിസ് അല്ല. വാല്യൂസ് ഒക്കെ ഒന്ന് ഒറ്റയ്ക്ക് എടുത്തേ. ഇത് എക്സ് അക്ഷാണ്, അപ്പൊ എക്സിന്റെ വിലയാണ് 1. എക്സ് അക്ഷത്തിൽ മുട്ടിയാല് y 0. y എന്ന് പറയുന്നത് P(x) ആണ് കേട്ടോ. P(x) 0. അത് പഠിക്കാം. ഇവിടെ ആരാണ് 3? ആരാണ് 3? ഒന്ന് കമന്റ് ചെയ്തേ, ആരാണ് 3? ബോയ്സ് അടിപൊളിയാണ്. KU 10 is the short form of. ഞാൻ ആദ്യമായിട്ട് അറിയാണല്ലേ ഇന്റെ ബെഞ്ചമിൻ ജോബരബി ഒക്കെ എഴുതി വെച്ച്. ഓക്കെ അല്ലേ? അതിന്റെ ആൻസർ പറയും, അതിന്റെ ആൻസർ പറയും. ഗേൾസ് ആൻസർ പറയും കുട്ടികളെ. എക്സിന്റെ വിലയാണ് 3 കേട്ടോ, വൈന്റെ വില 0 ആണ്. y എന്ന് പറയുന്നത് P(x) ആണ്, P(x) ആണ്. ഇവിടെ നോക്കുക അതേപോലെ. ഇവിടെ y ആക്സിസിലാണ് നമ്മളിപ്പോ മുട്ടി നിൽക്കണം കേട്ടോ, വൈയിലാണ് മുട്ടി നിൽക്കണം. അപ്പൊ എക്സിന്റെ വില 0, വൈന്റെ വിലയാണ് ഈ 3. വൈന്റെ വില എന്ന് പറഞ്ഞാൽ P(x) വിലയാണ് 3 എന്നാണ് അർത്ഥം. P(x) വിലയാണ് 3. എക്സിന്റെ വില, അതായത് y ആക്സിസിൽ മുട്ടി നിൽക്കുകയാണെങ്കിൽ എക്സ് 0, എക്സിലാ മുട്ടി നിൽക്കുന്ന വെച്ചാൽ y 0. ഇത് എക്സ് അല്ലേ, ഇത് എക്സ് അല്ലേ, പറഞ്ഞു പഠിക്കല. ഇത് എക്സ് അല്ലേ, അപ്പൊ അവിടെയൊക്കെ y 0 ആവും. ഇത് y അല്ലേ, y ആക്സിസ് അല്ലേ, അപ്പൊ അവിടെ x 0 ആവും. ഇവിടെ എക്സിന്റെ വിലയാണ് 1, ഇവിടെ എക്സിന്റെ വിലയാണ് 3, ഇവിടെ വൈന്റെ വിലയാണ് 3. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ax² + bxa + c, ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു P(x), അല്ലെങ്കിൽ P(x) ഈക്വൽ ടു ax² + bxa + c. അതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇതാണ് നമ്മൾ രണ്ടാം കൃതി ബഹുപദം. ax² ഒന്നും കൂടി ഞാൻ എഴുതേ, ax² + bxa + c ഈക്വൽ ടു P(x). ഇതാണ് നമ്മുടെ രണ്ടാം കൃതി ബഹുപദം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അത് എഴുതി വെക്കുക ആദ്യം. അത് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ഓരോന്നും ശ്രദ്ധിച്ച് കേട്ടോളി. ആദ്യം ഈ പോയിന്റ് എടുക്കാം, അതായത് y 3 എന്നുള്ള x 0 എന്നുള്ള പോയിന്റ് എടുക്കാം. അപ്പൊ x 0 എന്നാണല്ലോ പറയണത്, ശ്രദ്ധിക്കണേ, x 0 എന്നാണല്ലോ പറയണത്. ഈ പോയിന്റിൽ x 0 ആണെങ്കിൽ ഇയാള് 0, ഇയാള് 0.
കാരണം എക്സ് ഇൻറ്റു എന്നല്ലേ അവിടെ വരുന്നത്. അപ്പൊ സി ഈക്വൽ ടു പി ഓഫ് എക്സിന്റെ വാല്യൂ എത്ര? 3. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇവിടെ തന്നെ കിട്ടി, സി ഈക്വൽ ടു 3 എന്നുള്ളത്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഈ പോളിനോമിയൽ എടുക്കുക. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ പ്ലസ് സി ഈക്വൽ ടു പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ എടുക്കുക. അതിനുശേഷം ഈ പോയിന്റിലേക്ക് വരെ എക്സ് 1 ആണ്. എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഈക്വൽ ടു അവിടെ പി ഓഫ് എക്സ് എത്ര? 0. അത് കൊടുക്കുക. കൂടാതെ സിന്റെ വാല്യൂ 3 എന്നും ഉണ്ട്, അതും നമ്മൾ എടുത്തു കൊടുക്കും. സിന്റെ വാല്യൂ 3 എന്ന് ഇവിടെ വെച്ചു കൊടുക്കും. അപ്പൊ 1ന്റെ സ്ക്വയർ എത്ര? 1. 1 ഇൻറ്റു എ 1 ഇൻറ്റു ബി ബി പ്ലസ് സിന്റെ വാല്യൂ എത്ര? 3 സമം 0. ഇതൊരു ഇക്വേഷൻ ആക്കി അവിടെ വെക്കാം. ഇനി അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ഈ പോയിന്റിലേക്ക് വരിക. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ പ്ലസ് സി ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് എഴുതാം. എഴുതിയിട്ട് എക്സിന്റെ വാല്യൂ എത്ര? 3 അല്ലേ? അത് ഇവിടെ കൊടുക്കുക. എ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് സി നമുക്കറിയാം 3 ഈക്വൽ ടു പി ഓഫ് എക്സ് നമുക്കറിയാം ഇവിടെ 0. എടാ കൂടെ ശ്രദ്ധിക്കട്ടോ, കൂടെ ശ്രദ്ധിക്കുക, ഒപ്പം നോക്കണേ. അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3ന്റെ സ്ക്വയർ 9, 9 ഇൻറ്റു എ 9 എ 3 ഇൻറ്റു ബി 3 ബി പ്ലസ് 3 സമം 0. എല്ലാവരും 3ന്റെ ഗുണിതങ്ങളല്ലേ നോക്കൂ. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? എല്ലാവരുടെ അടുത്തും 3 ഉണ്ട്. എല്ലാവരും 3 കൊണ്ടായിരിക്കാം. 9ൽ 3 3 എ 3ൽ 3 1 ബി 3ൽ 3 1 സമം 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വേറൊരു ഇക്വേഷനും കൂടി കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ഥലം ഉണ്ടോ നോക്കട്ടെ ഞാൻ അവിടെ. ഈ ഇക്വേഷൻ എടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പച്ചയിൽ എഴുതാം. ഈ ഇക്വേഷൻ എടുക്കാം. 3a പ്ലസ് ബി പ്ലസ് 1 സമം 0. അടുത്തത് ഈ ഇക്വേഷൻ എടുക്കാം. എ പ്ലസ് ബി പ്ലസ് 3 സമം 0. ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഇക്വേറ്റ് ചെയ്യാം. അതായത് കുറയ്ക്കാം. 3a ഒരു എ പോയ 2a, ബിന്ന് ബി പോയ 0, 1 3 കുറച്ചാൽ -2 സമം 0. -2 അപ്പുറം പോകുമ്പോൾ എന്താവും? +2 ആവും. ഗുണിക്കണം 2 അപ്പുറം പോകുമ്പോൾ എന്താവും? ഹരിക്കണം 2 ആവും. 2ൽ 2 1. എന്റെ വില കിട്ടി 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഈ ഇക്വേഷൻ എടുത്തു. കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ ഇക്വേഷൻ എടുത്തു. എ പ്ലസ് ബി പ്ലസ് 3 സമം 0 എന്നുള്ള ഇക്വേഷൻ എടുത്തു. എ പ്ലസ് ബി പ്ലസ് 3 സമം 0 എന്നുള്ള ഇക്വേഷൻ എടുത്തു. ആ ഇക്വേഷനിൽ എന്റെ വില 1 എന്ന് വെക്കും. ഇവിടെ വെക്കും. എന്തൊക്കെ ഇവിടെ ഞാൻ വട്ടറിന് കണ്ട എന്റെ വില 1 എന്ന് ഇവിടെ വെക്കും. 1 പ്ലസ് ബി പ്ലസ് 3 സമം 0. 1 3 കൂട്ടിയ 4. ബി പ്ലസ് 4 സമം 0. +4 ഈക്വലിന്റെ അപ്പുറം പോകുമ്പോൾ -4. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ ആൻസറിലേക്ക് പോവുകയാണ് നമ്മൾ. അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആ രണ്ടാകൃതി ബഹുപദം എഴുതാനാണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ പ്ലസ് സി എഴുതാനാണ്. എ എത്ര? ഏതാ കിടക്കണം? 1. ഒരു എക്സ് സ്ക്വയർ 1 ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് ബി എത്ര? -4. അതിന്റെ കൂടെ എക്സ് ഇടുക. പ്ലസ് സി എത്ര? 3. ഒന്ന് ഓർഡറിലാക്കി എഴുതുക. ഓർഡറിലാക്കി എഴുതുക 1 ആവശ്യമില്ലാതെ ഇട്ടതാണ് എക്സ് സ്ക്വയർ. പ്ലസും മൈനസും വരികയാണെങ്കിൽ മൈനസ് ഇട്ടാൽ മതി, പ്ലസ് ആവശ്യമില്ല. അങ്ങനെ ഒരു ഓർഡറിൽ വൃത്തിക്കും വെടുപ്പിലോ ആക്കി. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക്. 4ൽ കുറഞ്ഞ ഒരു മാർക്കിന് ഈ ചോദ്യം വരൂല കുട്ടികളെ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. എന്നെ കാണാൻ സോറി. അത് ഞാൻ ഈ ക്യാമറയുടെ സ്റ്റാൻഡിങ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഇത്രയെങ്കിലും കണ്ടല്ലോ എന്ന് വിചാരിക്കും. ഫോണൊക്കെ അടിപൊളി ഫോണാണ്, പക്ഷെ സ്റ്റാൻഡ് പ്രശ്നമായി. ഇത്ര ചോദ്യങ്ങളാണ് ഞാൻ ഈ ബഹുപദ ചിത്രങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ഈ പാഠത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യൂലേ? അപ്പൊ ഞാൻ ചെയ്തതിന്റെ മോഡല് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് നമ്മൾ വേഗം പറഞ്ഞു പോയത്. പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിന്ന് മീന് കാണാൻ ഇന്ന് നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്തു. മാധ്യം കാണാന്, അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നാളെ ചെയ്യാനുള്ളത് സ്തംഭങ്ങൾ, പ്രിസംസ് ആണ് ചെയ്യുക. പ്രിസംസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അനുപാതം, പ്രൊപ്പോർഷണലിന്റെ 2-3 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാത്രം. പിന്നെ മിഡ് പോയിന്റ്, ഇന്ന് ചെയ്ത രേഖീയ സംഖ്യയിലെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓടിച്ച് പറയാം ഞാൻ കേട്ടോ. എന്താ എക്സിന്റെ വില കാണാൻ ഒന്നും കൂടി ഞാൻ പറയാം.
ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ വില കാണാം, മോഡുലസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 3. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ എഴുതുക. -1 അപ്പുറം പോകുമ്പോൾ എന്താവും, 3 + 1, 3 1 കൂട്ടിയ 4. നോക്കൂ, ഇത് ഇതേപോലെ എഴുതി. മോഡുലസ് ഒഴിവാക്കിയിട്ട് എക്സ് മൈനസ് 1 = 3 അതേപോലെ എഴുതി. ഈ -1 അപ്പുറത്തേക്ക് ഇട്ടോട് +1 എന്നാക്കി. ഇതാ കഴിഞ്ഞിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ വീണ്ടും അതേപോലെ എഴുതുക, അതേപോലെ എഴുതുക. പക്ഷെ ഇവിടെ +3 എന്നല്ല ഇട്ടത് നേരത്തെ, ഇനി -3 ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ -1 അപ്പുറം പോകുമ്പോൾ എന്താവും, +1 ആവും. -3 +1 ആവും. വ്യത്യസ്ത ചിഹ്നം വലുതിന്റെ ചിഹ്നയുടെ കുറയ്ക്കുക. അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നതും മാർക്ക് പോയതൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ ചിലർക്കെങ്കിലും. ഇനി രണ്ട് ഭാഗത്തും മോഡുലസ് വന്നാൽ മോഡുലസ് ഒന്നിന്റെ ഒന്നും കൂടി ചെയ്യണം. ഒരു മോഡുലസ് വരുന്ന ഒന്നും കൂടി കാണിക്കാം. x + 2 = 5. ഒന്നും കൂടി കണ്ടോളൂ. ഈക്വലിന്റെ ഒരു ഭാഗത്താണ് മോഡുലസ് എങ്കിൽ എക്സിന് രണ്ട് ഉത്തരങ്ങൾ ഉണ്ടാവും. കണ്ടില്ലേ, രണ്ട് ഉത്തരങ്ങൾ. ഈക്വലിന്റെ അപ്പുറം ഇപ്പുറം മോഡുലസ് വന്നത് ആ ഒരു എക്സാമ്പിൾ ഇതാ കാണിക്കാം. അപ്പുറം ഇപ്പുറം മോഡുലസ് വന്ന ഈക്വലിന്റെ രണ്ട് ഭാഗത്തും വന്ന എക്സിന് ഒരു ഉത്തരമേ ഉണ്ടാവൂ. ഇതൊന്നും കൂടി ഞാൻ ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് തന്നത് അതുപോലെ ഇറക്കി എഴുതുക. +2 അപ്പുറം പോകുമ്പോൾ എന്താവും, 5 - 2, 5 ന്ന് 2 കുറച്ചാൽ 3. ഇനി വീണ്ടും x + 2 = 5 അല്ലെങ്കിൽ എഴുതണ്ട്, -5 എന്ന് എഴുതണം. +2 അപ്പുറം പോകുമ്പോൾ എന്താവും, -2. ഒരേ ചിഹ്നം വന്നു, ആ ചിഹ്നം ഇട്ട് കൂട്ടി എഴുതി. ഇനി രണ്ട് ഭാഗത്തും മോഡുലസ് വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. x = -2ന് +2 എന്ന് എഴുതുക, +4ന് -4 എന്ന് എഴുതുക. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ എടുത്ത് കൂട്ടിയിട്ട് 2 കൊണ്ടായിരിക്കുക. 2ഉം -4ഉം എന്താവും, വ്യത്യസ്ത ചിഹ്നല്ലേ. 2 +ഉം 4 - ഉം വ്യത്യസ്ത ചിഹ്നല്ലേ. വലുതിന്റെ ചിഹ്നം ഇട്ട് കുറയ്ക്കാം. -2/2 -1. ഓക്കെ. ബേസ് അറിയാത്ത ആൾക്കാർ ഇത് തൊട്ട് പോയത് ആകെ തെറ്റിപ്പോകും. കാരണം നമ്മളെ ക്ലാസ്സിലെ മിക്ക കുട്ടികൾക്കും നന്നായി ചിഹ്നങ്ങൾ അറിയാം. ഒരേ ചിഹ്നം വന്നാൽ ആ ചിഹ്നയുടെ കൂട്ടി ചെയ്ത, വ്യത്യസ്ത ചിഹ്നം വന്നാൽ വലുതിന്റെ ചിഹ്നയുടെ കുറയ്ക്കുക. ആ കാര്യങ്ങൾ നന്നായി അറിയുന്നവർക്ക് ഇത് തൊട്ടാലൊക്കെ ശരിയാവും. അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊടണമൊക്കെ തെറ്റാവും കേട്ടോ. നമ്പർ ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്പർ ലൈൻ വരയ്ക്കാനും പൈന്റെ വില അതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. വൃത്തഭാഗം സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ, സെക്ടറിന്റെ കേന്ദ്രകോൺ, വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ ആണ് കേട്ടോ. വൃത്താംശം അല്ലെങ്കിൽ എന്താണ് അതിന്റെ പേര്, സെക്ടർ. ഈ വൃത്താംശത്തിന്റെ ഇതെന്താണ്, ആർക്ക് ലെങ്ത്, ചാപനീളം. ചാപത്തിന്റെ നീളം കാണാൻ പറയും. ആർക്ക് ലെങ്ത് കാണാൻ പറയും. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എന്താ, 2πr × x°/360 ആണ്. ഈ സെക്ടറിന്റെ ഏരിയ കാണാൻ പറയും. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്. പരപ്പളവ് പറഞ്ഞത് മൊത്തം സ്ഥലം. ഈ സെക്ടറിന്റെ പരപ്പളവ് കാണാൻ പറഞ്ഞാൽ x° ഏരിയ കാണാൻ പറയുമ്പോൾ πr² × x°/360. ഇത് വെച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. പ്രതീക്ഷിക്കാന്നല്ല, എന്തായാലും ഉണ്ടാവും. അപ്പൊ ബാക്കി നാളെ നേരിട്ടുള്ള ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഒരു ചാപ്റ്റർ എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നാലേ ഉള്ളൂ. ബാക്കി ക്ലാസ് റൂമിൽ നിന്ന് ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഷിക ഒന്നും ഓൺലൈനിൽ ഉണ്ടായിട്ടില്ലേ? ഷിക, ആവണീനെ എവിടെയോ കണ്ടു. സെൽവ ഒന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കുക. ദേവനന്ദേനെ കണ്ടില്ല. സ്വാലിഹാൻ, സെയ്തേനെ കണ്ടു. ശ്രീനന്ദിതേനെ കണ്ടു. പിന്നാരെ അനന്യനെ കണ്ടില്ല. അഫാം ഉണ്ടല്ലേ, വെരി ഗുഡ്. ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ. മറ്റു കുട്ടികളിഞ്ഞേ ഇപ്പൊ ഈ പറഞ്ഞെന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അതിന്റെ മാത്രം, അത് കുറച്ച് ടഫ് അല്ലേ? എടാ കുട്ടന് ഓൽക്ക് 100 പറയേണ്ടി വരും, 10 വരാൻ. കുട്ടന് 10 പറഞ്ഞാൽ 9 8 വരും എന്തായാലും കേട്ടോ. അതാണ് കുട്ടന്റെ പ്രത്യേകത. കുട്ടൻ റോക്സ്. അപ്പൊ അത് പറയുന്നത് ശരിക്കും പഠിക്കണ്ടേ, അതല്ലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ.
ഞാൻ പറഞ്ഞ കുട്ടികൾ ഗേൾസ് ഒന്നും ഇവിടെ ഇല്ലല്ലേ, ഉറങ്ങിയിട്ടുണ്ടാവും, അതാണ് സംഗതി. അതാണ് സംഗതി. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 1 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നിങ്ങളെ ഉറക്കക്ഷീണം കാണുന്നുണ്ട്. ടോപ്പ് ഫാൻ ആരൊക്കെ? 23 ഫാൻസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ബാക്കി നാളെ നേരിട്ടുള്ള ക്ലാസ്സിൽ കാണാം കേട്ടോ. നേരത്തെ ഉറങ്ങുക. അതേപോലെ ഷെഫിനെ ഞാൻ കണ്ടില്ല കേട്ടോ ഇതില്. ഷെഫിൻ കുളിക്കാൻ 1/2 മണിക്കൂർ എടുക്കുന്ന ഷെഫിനെ കണ്ടില്ല. ആവണിണ്ട്. ദാനിഷ താങ്ക് യു. ഷെഫിൻ ബാത്റൂമിലാണ്. ശ്രീനന്ദിത ഞാൻ നേരത്തെ കണ്ടു. ശ്രീനന്ദിത കുറെ മൂരാച്ചികൾ 8:30 തന്നെ ഉറങ്ങുന്നവരുണ്ട് തോന്നുന്നു. കാരണം നമുക്ക് ഈ നെറ്റിന് സ്പീഡൊക്കെ കിട്ടണമെങ്കിലേ ഈ ഒരു ടൈം വേണം, നല്ല സ്പീഡ് ഉണ്ടാവണം. റിസാല എവിടെ? ഷിക ഉണ്ടായിരുന്നു. ഞാൻ സോറി കേട്ടോ, അമ്മേന്റെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തോ ഷിക? നാളെ നമുക്ക് കൂടുതൽ ഇരിക്കാം കേട്ടോ. നാളെ എക്സാമിന് ഒരു മത്സരിച്ച് എക്സാം എഴുതണം എന്നൊന്നുമില്ല. ഇവർക്കൊന്നും മാർക്കല്ല പ്രധാനം. എങ്ങനെയെങ്കിലും ഈ കൊല്ല പരീക്ഷ പിന്നെ അങ്ങനെ ഒരു ഇതാണ് കുട്ടികളുടെ അവസ്ഥ. പാസ്സായാൽ മതി, എന്തിനാ കൂടുതൽ ഉണ്ടാക്കണമെന്നുള്ളത്. ഓക്കെ റിസാൻ, അപ്പോൾ എല്ലാവരോടും കേട്ടോ ബൈ. നാളെ രാവിലെ നമുക്ക് നേരത്തെ വന്ന് എല്ലാ ഭാഗത്തും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ ശരി കേട്ടോ.